Denzel Michael. അവന്റെ പേര് ഡെൻസിൽ മൈക്കിൾ എന്നായിരുന്നു. He is a young man who lived in the United Kingdom. യുണൈറ്റഡ് കിങ്ഡമിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. He lived in what we call as a duplex house, ground floor and first floor. ഡുപ്ലെക്സ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഗ്രൗണ്ട് ഫ്ലോറിലും അതിന് മുകളിലുമുള്ള ഒരു പ്രത്യേക നിലയിൽ നിർമ്മിച്ച വീട്ടിലായിരുന്നു അവൻ പാർത്തിരുന്നത്. So his bedroom was in the first floor. അവന്റെ കിടപ്പുമുറി ഒന്നാം നിലയിലായിരുന്നു. And Denzel Michael was watching pornography on his laptop in the privacy of his first floor bedroom. അവന്റെ ഒന്നാം നിലയിലുള്ള കിടപ്പുമുറിയിൽ അവന്റെ ലാപ്ടോപ്പിൽ അവൻ പോർണോഗ്രഫി വാച്ച് ചെയ്യുകയായിരുന്നു. And at that time he heard some അശ്ലീല ചിത്രം, അശ്ലീല സിനിമ അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And at that time he heard some footsteps, because in a duplex house there is footsteps from the ground floor to the first floor. ഒന്നാം നിലയിലേക്ക് ആരോ ചുവട് വെച്ച് കയറി വരുന്ന ശബ്ദം അത് തടികൊണ്ട് നിർമ്മിച്ചിരുന്ന ആ നടക്കലിൽ അവന് കേൾക്കുവാൻ കഴിഞ്ഞു. He guessed it was his dear mother who was trying to come and give him a cup of coffee or a cup of milk or I don't know what. അവന്റെ അമ്മ അവന് കുടിക്കുവാൻ പാലോ ചായയോ കാപ്പിയോ അങ്ങനെ എന്തോ നൽകേണ്ടതിന് കയറി വരികയായിരുന്നു എന്ന് അവന് മനസ്സിലായി. And he tried to close that tab on his laptop because he doesn't want his mother to know that he's watching porn. അവൻ കാണുന്ന ഈ അശ്ലീലം അവന്റെ അമ്മ കാണരുത് എന്നുള്ളത് കൊണ്ട് അവൻ തന്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യുവാൻ തയ്യാറായി. But to make matters worse, that site will not close and his laptop froze, the screen froze. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവന് ഉദ്ദേശിച്ച സമയത്ത് ആ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് സ്റ്റക്കായി, അത് നിശ്ചലമായി അവിടെ നിന്നുപോയി. The footsteps loudness is increasing and he is clicking in a frenzy trying to close that tab. അവൻ ആ സ്ക്രീൻ ഓഫ് ചെയ്യാൻ വേണ്ടി വളരെ തിരക്കിട്ട് പരിശ്രമിക്കുന്നു. താഴെ നടന്നു കയറുന്ന ശബ്ദം കൂടി വന്നു. And he's a young man and young people are very smart. Where there's a will, there's a way. So in a moment of frenzy, he smashed his laptop and he broke the laptop. അവനൊരു ചെറുപ്പക്കാരനാണല്ലോ, മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട് എന്ന് പറയാറുണ്ട്. അവൻ നിവൃത്തിയില്ലാതെ ഒടുവിൽ അവൻ ഒറ്റ ഇടിക്ക് ലാപ്ടോപ്പ് തരിപ്പണമാക്കി. He punched it in the screen and then mother opens the door and says, "Hey son," and then they have a normal conversation. പെട്ടെന്ന് തന്നെ അവൻ ഒറ്റ ഇടിക്ക് അതിന്റെ സ്ക്രീൻ തകർത്ത് കളഞ്ഞു. സംഗതി ഓഫായി. അമ്മ കയറി വന്നു, മകന്റെ വിശേഷം തിരക്കി. His mother is a uneducated simple lady. അവന്റെ അമ്മയാകട്ടെ വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ലാതിരുന്ന ഒരു സഹോദരിയായിരുന്നു. She has no knowledge of Twitter and Facebook and Instagram. ഇൻസ്റ്റാഗ്രാമിനെയോ ട്വിറ്ററിനെയോ ഫേസ്ബുക്കോ ഒന്നും പരിചയമില്ലാത്ത ഒരു അമ്മ. So quickly Denzel Michael picked a picture of the laptop that he broke. അവൻ തകർത്ത ആ ലാപ്ടോപ്പിന്റെ ചിത്രം വേഗത്തിൽ ഡെൻസിൽ മൈക്കിൾ തന്റെ ഫോണിൽ പകർത്തി. And he put that picture on Twitter. അവൻ അത് ട്വിറ്ററിലിട്ടു. And he said he was particularly browsing this particular porn site, the world #1 porn site. He named that porn site and he said when I was browsing, my mother came and the screen froze and I broke the laptop and this is the picture of the laptop. അവൻ ആ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു, എന്റെ അമ്മ കയറി വന്നപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സൈറ്റ് ഇതായിരുന്നു. ആ സൈറ്റ് ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ഓഫാക്കാൻ കഴിഞ്ഞില്ല. അത് നിമിത്തം ഞാൻ തകർത്ത ലാപ്ടോപ്പ് ആണെന്ന് പറഞ്ഞ് അവൻ അത് പരസ്യം ചെയ്തു ട്വിറ്ററിൽ. The missionary zealed officer working for this porn company who follows every time his company is mentioned on social media saw the post. The porn company's employee who is associated with following every post about his company on Twitter saw this post. ആ പ്രത്യേക അശ്ലീല സൈറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ജോലിക്കാരൻ ഇങ്ങനെയുള്ള അവരുടെ സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ശ്രദ്ധിച്ച് വേണ്ട നിലയിൽ പ്രതികരിക്കാറുള്ള ആ ഉദ്യോഗസ്ഥർ, അവർ നിയോഗിച്ച ജോലിക്കാര് അത് കണ്ടെത്തി. And they messaged him privately. They got his address and they sent him a brand new laptop with the company sticker on the top of it so that he can continue watching porn. This is the missionary zeal of a porn company
which is literally taking young people, middle-aged people, old people watching it to hell. Such is their missionary passion. ആ പ്രത്യേക സൈറ്റിന്റെ ഉടമസ്ഥർ അവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ആളുകളെ എത്തിക്കാനുള്ള വലിയ തീഷ്ണമായ മിഷണറി കാഴ്ചപ്പാടും എരിവും ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടി അവരൊരു പുതിയ ലാപ്ടോപ്പ് അവരുടെ സൈറ്റിന്റെ പേര് സഹിതം ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ആ സൈറ്റിന്റെ അഥവാ ആ അശ്ലീല സൈറ്റിന്റെ അവരുടെ ദൗത്യ നിർവഹണത്തിലുള്ള ഉത്സാഹം എത്രയാണെന്ന് കാണുക. If Satan and his forces can show missionary zeal in leading souls to hell, you and I, young people who know the truth, who have the Son of God in our life, who have the Word of God in our life, who have the Spirit of God in our life, how much more should be our passion for mission, passion to obey the Great Commission. പിശാചിനും അവന്റെ സകല ശക്തികൾക്കും അവന്റെ ഉൽപ്പന്നങ്ങൾ കണ്ടിട്ട് ആളുകൾ നരകത്തിലേക്ക് പോകണമെന്ന് അത്രമാത്രം ആഗ്രഹവും അവരുടെ പ്രവൃത്തിയിൽ ഉത്സാഹവും ഉണ്ടെങ്കിൽ സത്യം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കുവാൻ എത്ര അധികം ഉത്സാഹവും തീവ്രതയും തീഷ്ണതയും തങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്.